കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ നടന്ന 3 ദുരൂഹ മരണങ്ങൾ കേരള ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം 3 പേരുടെയും മരണത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഡെവിൾ വർഷിപ്പ് അഥവാ സാത്താൻ സേവയാണ്. പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള സാത്താൻ സേവ ബന്ധപ്പെട്ട ആദ്യത്തെ കേസല്ല അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത്. കൃത്യം 7 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് സംഭവിച്ചത്. കൃത്യം 7 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2017 ഇതേ ഏപ്രിൽ മാസത്തിൽ തന്നെ. 2017 ഏപ്രിൽ 9 തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ആ കൂട്ടക്കൊലപാതകം കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചത്. ക്ലിഫ് ഹൗസിന് തൊട്ടടുത്തുള്ള സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നു പ്രൊഫസർ രാജതങ്കം, അദ്ദേഹത്തിന്റെ ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജീൻ പത്മ, മകൾ കരോളിന, ഇവരുടെ ഒരു ബന്ധുവായ ലളിത എന്നിങ്ങനെ 4 അംഗ കുടുംബം അരുംകൊലയ്ക്ക് ഇരയായത്. മകൻ കേഡൽ ജിൻസൺ രാജയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ കൊലപാതകങ്ങൾക്ക് പിന്നിൽ. മലയാളികൾക്ക് അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ആഭിചാര ക്രിയയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെ കാരണം: ആസ്ട്രൽ പ്രൊജക്ഷൻ. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തി യഥേഷ്ടം പ്രപഞ്ചത്തിലുടനീളം ഏത് കോണിലേക്കും സഞ്ചരിക്കുവാൻ കഴിവുള്ളതാക്കുക, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ആഭിചാരക്രിയ തുടങ്ങിയവ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നഗ്ന നേത്രങ്ങൾക്ക് അജ്ഞാതമായ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേഡൽ ജിൻസൺ രാജ കടുത്ത മാനസിക രോഗിയാണെന്നും ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായാണ് കൂട്ടക്കൊലയെന്നുമാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളത്. പ്രതി കേഡൽ വിചാരണ നേരിടാൻ പ്രാപ്തനല്ലെന്ന വൈദ്യ പരിശോധനാ റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചിരുന്നു. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയങ്ങളിൽ കേണൽ പൂർണ്ണമായും ഒരു സൈക്കോപാത്തായി മാറിയിരുന്നു. ഇപ്പോഴും കൊലക്കുറ്റം, വീടിന് തീയിടൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കേഡലിനുമേൽ ചുമത്തിയത്. പെരുമൺ ദുരന്തം നടന്ന ദിവസം ജനിച്ച കേഡൽ ചെറുപ്പം മുതൽ തന്നെ ഒരു പ്രത്യേകതരം സ്വഭാവത്തിനുടമയായിരുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന ആഗ്രഹത്തോടെയാണ് രാജതങ്കം മകനെ MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. എന്നാൽ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ പഠനം ഉപേക്ഷിച്ച് കേഡൽ നാട്ടിലേക്ക് മടങ്ങി വന്നു. പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. പക്ഷേ കേഡൽ പതിവ് തെറ്റിച്ചില്ല. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീണ്ടും തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരികെ എത്തി. അവിടെ നിന്നായിരുന്നു എല്ലാത്തിനും തുടക്കമായത്. തിരികെ എത്തിയ കേഡൽ പിന്നീട് പുറലോകവുമായുള്ള ബന്ധം ഏറെക്കുറെ ഉപേക്ഷിച്ചു. വീട്ടിലെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ മാത്രമായി കേഡലിന്റെ തുടർന്നുള്ള ജീവിതം. ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ സാത്താൻ സേവ തുടങ്ങിയവയിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കേഡൽ അതിനെ തുടർന്ന് വീഡിയോ ഗെയിം നിർമ്മിക്കുകയായിരുന്നു മുറിയിലെ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ. എല്ലാ വീഡിയോ ഗെയിമുകളിലും യുദ്ധവും കൊലപാതകവും ചോരയും നിറഞ്ഞു നിൽക്കുന്നവയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ദിവസം വന്നെത്തിയത്. താൻ നിർമ്മിച്ച ഒരു വീഡിയോ ഗെയിം കാണിക്കാൻ എന്ന് പറഞ്ഞ് താഴത്തെ നിലയിൽ നിന്ന് അമ്മയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ മഴ ഉപയോഗിച്ച് സ്വന്തം അമ്മയെ വെട്ടിനുറുക്കി തൻ്റെ ശുചിമുറിയിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെ താഴേക്ക് വന്ന കേഡൽ അച്ഛനും സഹോദരിക്കുമൊപ്പം ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മ എവിടെയെന്ന് തിരക്കിയപ്പോൾ താൻ നിർമ്മിച്ച ഗെയിം കാണുന്നുവെന്നായിരുന്നു കേഡൽ മറുപടി കൊടുത്തത്. പിന്നീട് ഇതേ രീതിയിൽ തന്നെ അച്ഛനെയും സഹോദരിയെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കൊലപാതക വിവരം ബന്ധുവായ ലളിത മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെയും കൊലപ്പെടുത്തി. പിന്നീട് മുകളിലത്തെ നിലയിലെ ശൗചാലയത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേഡൽ നടത്തിയത്. ഇതിനിടെ വീടിന് തീപിടിക്കുകയും ചെയ്തു. പുക ഉയരുന്നത് കണ്ട സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. അപകടം മനസ്സിലാക്കിയ കേഡൽ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അന്ന് വീടിന് പുക പിടിക്കുമ്പോൾ കേഡൽ സമീപത്തെ വീടിന് മുന്നിലൂടെ ഓടി മറയുന്നത് കണ്ടതിന് ദൃക്സാക്ഷികളുമുണ്ട്. കൊല നടത്തിയ ശേഷം ഇയാൾ ചെന്നൈയിലേക്കായിരുന്നു രക്ഷപ്പെട്ടത്. പിന്നീട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലയ്ക്ക് പിന്നിൽ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്ന് പോലീസ് കണ്ടെത്തിയത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നത് കാണുന്ന ആസ്ട്രൽ പ്രൊജക്ഷനാണ് താൻ നടത്തിയതെന്ന് കേഡൽ സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത്. സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന് കേഡൽ ജിൻസൺ രാജ ചികിത്സയിലായിരുന്നെന്ന് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ KJ നെൽസൺ നേരത്തെ തന്നെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് കൊലപാതകത്തിന് മുമ്പ് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവുമിട്ടിരുന്നു. ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള കേഡലിനെ കാണാൻ ഒരേ ഒരു സന്ദർശകൻ മാത്രമാണ് ആദ്യ 6 വർഷത്തിനുള്ളിൽ ജയിലിലെത്തിയത്. അമ്മ ജീൻ പത്മയുടെ സഹോദരൻ ജോസ് ആയിരുന്നു ആ സന്ദർശകൻ. എന്നാൽ പിന്നീട് കുറച്ചു കാലമായി ഇയാളും എത്താറില്ല.
മാനസിക രോഗം കാരണമാണ് കൊലപാതകം ചെയ്തതെന്നും ചികിത്സയ്ക്ക് പോകുന്നതിനായി ജാമ്യം അനുവദിക്കണമെന്നും കേഡൽ ആവശ്യപ്പെട്ടെങ്കിലും ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കേഡലിന് നിലവിൽ നൽകി വരുന്ന ചികിത്സ തുടർന്നും ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ജാമ്യാപേക്ഷ നിഷേധിച്ച കോടതി നിർദ്ദേശിച്ചത്. കടുത്ത മാനസിക രോഗമുള്ളതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് കേഡലിന്റെ അഭിഭാഷകൻ പറയുന്നത്. മാനസിക രോഗം ഉണ്ടായിരുന്നതിനാൽ കേസിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണമെന്നാണ് കേഡൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് രോഗവിവരം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കടുത്ത മാനസിക രോഗത്തിന് അടിമയാണെന്ന് ഡോക്ടർമാരും മൊഴി നൽകിയതോടെ വിചാരണ നേരിടാൻ പ്രാപ്തനല്ലെന്ന് കോടതി കണ്ടെത്തി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിലാണ് കേഡൽ ഇപ്പോൾ കഴിയുന്നത്. കടുത്ത മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഇടയ്ക്ക് ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി മാറ്റാറുമുണ്ട്. മറ്റു തടവുകാരെ ആക്രമിക്കാനുള്ള പ്രവണത ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് കേഡലിനെ മറ്റ് അന്തേവാസികൾക്കൊപ്പം ഇപ്പോഴും പാർപ്പിക്കാത്തത്.